Approximations by the normal distribution. As binomial distribution approaches to normal distribution when n is very large, Poisson distribution also approaches to normal distribution with the mean mu and the standard deviation root mu when mu is equal to 1 becomes very large. Okay, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താ നമ്മൾ ഇതുവരെ വിശദമായിട്ട് പഠിച്ചില്ല. അപ്പോൾ വിശദമായിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ അതാണ്. അപ്പം ഇത് പഠിച്ചപ്പോൾ അതിൻ്റെ ഇതുകൂടെ പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ n ലാർജ് ആകുമ്പോൾ. അതേപോലെ തന്നെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോച്ച് ചെയ്യും വിത്ത് മീൻ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് മ്യൂ വെൻ മ്യൂ ഈസ് ഈക്വൽ ടു 1 becomes very large. mu becomes very large എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. If you receive on the average 5 email messages per day, in how many days out of a 365-day year would you expect to receive exactly 5 messages? None at all. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ആവറേജ് 5 മെയിൽസ് പെർ ഡേ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എത്ര ഹൗ മെനി ഡേയ്സ് ഔട്ട് ഓഫ് 365 ഡേ ഇയർ, അപ്പോൾ 365 ദിവസത്തിലാണ് ഈ ചോദിച്ചിരിക്കുന്നത്. വുഡ് യു എക്സ്പെക്ട് ടു റിസീവ് എക്സാക്ട്ലി 5 മെസ്സേജസ്. അപ്പം ആവറേജ് ആണ് തന്നിരിക്കുന്നത് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സാക്ട്ലി 5 മെസ്സേജസ് കിട്ടുന്ന എത്ര ദിവസം ഉണ്ടാവും, പിന്നെ നൺ അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് പോലും കിട്ടാത്ത എത്ര ദിവസം ഉണ്ടാവും. ഓക്കെ, ഇപ്പം നമുക്കിത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് ചെയ്യാം. ഇപ്പം 365 ദിവസത്തിലെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് എക്സ് ഡിനോട്ട് ദ മെയിൽസ് പെർ ഡേ. മെയിൽസ് പെർ ഡേ നമുക്ക് എക്സ് ആയിട്ട് എടുക്കുന്നു. ആൻഡ് ആവറേജ് മെയിൽ പെർ ഡേ എന്ന് പറഞ്ഞാൽ 5 എന്ന് തന്നിട്ടുണ്ട്. കൺസിഡർ എക്സ് ഫോളോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ പി എൻ ഈസ് ഈക്വൽ ടു e⁻⁻5 ഇൻറ്റു 5n ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അറിയായിരിക്കുമല്ലോ. n is equal to 0, 1, 2, etc. Hence the probability of getting 5 messages per day എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P5 ആണ്. e⁻⁵ 5 ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ ഈക്വൽ ടു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.1755 എന്ന് കിട്ടും. അപ്പം പ്രോബിലിറ്റിയാണ് P5 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. 5 മെസ്സേജസ് പെർ ഡേ കിട്ടാനുള്ള പ്രോബിലിറ്റി. ഇനി ഔട്ട് ഓഫ് 365 ഡേയ്സിൻ്റെത് കണ്ടെത്താൻ ഇതേ ഇൻറ്റു ആ പ്രോബിലിറ്റി ചെയ്യണം. ഇപ്പോൾ നമുക്ക് 64 ഡേയ്സ് എന്ന് കിട്ടും വിത്ത് എക്സാക്ട്ലി 5 മിനിറ്റ്സ്. ഇനി ദ പ്രോബിലിറ്റി ഗെറ്റിംഗ് 0 മെസ്സേജസ് പെർ ഡേ എന്ന് പറഞ്ഞാൽ P0 ഈക്വൽ e⁻⁵ 5 ഫാക്ടോറിയൽ ഈക്വൽ ടു വാല്യൂ 0.00674 എന്ന് കിട്ടും. ഇനി ഇത് 365 ദിവസത്തിൽ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 365 ഇൻറ്റു ദിസ് പ്രോബിലിറ്റി 2.46 എന്നായിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 3 days എക്സാക്ട്ലി 0 മെയിൽസ്. അപ്പോൾ നമുക്ക് ഏകദേശം 3 ആയിട്ട് എടുക്കാം. ഇപ്പോൾ 2.46 ആണ്, 2.5 ആക്കാം, പിന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് 3 ആയിട്ട് എടുക്കാം. അപ്രോക്സിമേറ്റ്ലി 3 days ആണ് 0 മെയിൽസ് ഉള്ള 3 ദിവസം. Example 9. Suppose that you have 5 exams during the 5 days of exam week. Find the probability that on a given day you have no exams, പിന്നെ just 1 exam, 2 exams, 3 exam. 5 exam, you have 5 exams during the 5 days of exam week. അപ്പോൾ എക്സാം വീക്കിൽ 5 ദിവസം 5 എക്സാം ഉണ്ട്. ആ വീക്കിൽ 5 എക്സാം ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഒരു ഗിവൺ ഡേ, നമ്മളൊരു പർട്ടിക്കുലർ ഡേ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേയിൽ ഒരു എക്സാം, ജസ്റ്റ് 1 എക്സാം അല്ലെങ്കിൽ 2 എക്സാം അല്ലെങ്കിൽ 3 എക്സാം, പിന്നെ ആദ്യം പറഞ്ഞാൽ നോ എക്സാം, ഇതിൻ്റെ എല്ലാം പ്രോബിലിറ്റി കണ്ടെത്തുക. ഗിവൺ 5 എക്സാംസ് ഡ്യൂറിങ് ദ 5 days ഓഫ് എക്സാം വീക്ക്. ഓക്കെ, അത് തന്നിട്ടുണ്ട്. ദെൻ ആവറേജ് നമ്പർ ഓഫ് എക്സാം പെർ വീക്ക് 5/5 നമുക്ക് 1 കിട്ടും. കൺസിഡർ എക്സ് ആസ് ദി നമ്പർ ഓഫ് എക്സാംസ് പെർ, നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടതാണ് നമ്മൾ റാൻഡം വേരിയബിളായിട്ട് എടുക്കുക. എക്സ് ആസ് ദി നമ്പർ ഓഫ് എക്സാംസ് പെർ ഡേ ഫോളോയിങ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അത് പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കണ്ടുപിടിക്കാം. നമുക്ക് ഹിയർ മ്യൂ ഈസ് ഈക്വൽ ടു 1, മ്യൂ ഈസ് ഈക്വൽ ടു ആവറേജ് 1 ആണ്. ദെൻ പി എൻ ഈസ് ഈക്വൽ ടു e⁻⁻ μ⁻x ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ എക്സ് ഫാക്ടോറിയൽ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ അത് എന്നാണ് ആവറേജ് 1 അല്ലേ, e⁻⁻1 1n ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ n ഈസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. ഇനി ഇതിനകത്ത് നോ എക്സാം എന്ന് പറയുമ്പോൾ x ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും.
അല്ലെങ്കിൽ അവിടെ എക്സും എന്നും എല്ലാം ഒരുമിച്ച് ഇതിനകത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളവിടെ പി എൻ എന്ന് എഴുതി കഴിഞ്ഞാൽ എൻ അല്ലെങ്കിൽ എക്സ് പി ഓഫ് എക്സ് എന്ന് എഴുതാം. നമുക്ക് എന്താണ് ഈ റേസ് ടു -1 1 x ഏതെങ്കിലും ഒരു നൊട്ടേഷൻ ഉപയോഗിക്കാം. നമുക്ക് ഡെഫിനിഷനിൽ തന്നിരിക്കുന്ന ഉപയോഗിച്ചാൽ മതി. x = 0 ആകുമ്പോൾ e−1 1/0/0 ഫാക്ടോറിയൽ ഈക്വൽ ടു നമുക്ക് 0.367 = 0.37 കിട്ടും. അടുത്ത പി ഓഫ് ജസ്റ്റ് 1 എക്സാം ഓൺ എ ഗിവൺ ഡേ പി ഓഫ് x = 1 e−1 1/1 ഫാക്ടോറിയൽ അത് നമുക്ക് 0.367 = 0.37 കിട്ടും. അടുത്തത് പി ഓഫ് 2 എക്സാംസ് ഓൺ എ ഗിവൺ ഡേ ഈക്വൽ ടു പി ഓഫ് x = 2 e−1 1² 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 0.36. ജസ്റ്റ് ഇതെല്ലാം വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. 0.367/2 എന്ന് കിട്ടും. 0.184. ഇനി പി ഓഫ് 3 എക്സാംസ് ഓൺ എ ഗിവൺ ഡേ പി ഓഫ് x = 3 e−1 1³ 3 ഫാക്ടോറിയൽ ഈക്വൽ ടു 0.367/6 0.061 എന്ന് കിട്ടും. എക്സാമ്പിൾ 10. The probability that an individual suffers a bad reaction from a medicine is 0.004. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ ഒരു മെഡിസിനിൽ നിന്ന് ഒരു ബാഡ് റിയാക്ഷൻ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി 0.004 ആണ്. ഔട്ട് ഓഫ് 200 ഇൻഡിവിജ്വൽസ് അഡ്മിറ്റഡ് ദ മെഡിസിൻ 200 ഇൻഡിവിജ്വൽസിന് അഡ്മിറ്റഡ് ഇത് കൊടുത്തെന്ന് വിചാരിക്കുക. നമ്മളുടെ മെഡിസിൻ കൊടുത്തു. അപ്പോൾ അതിൽ ബാഡ് റിയാക്ഷൻ വരാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ടല്ലോ, 0.004 ആണ്. 200 പേർക്ക് ഇത് കൊടുത്തെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഒന്നാമത്തത് എക്സാക്ട്ലി 5, രണ്ടാമത്തെ (2), മൂന്നാമത്തത് നൺ സഫേഴ്സ് ഫ്രം. ഈ ഓരോന്നും പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് സഫേഴ്സ് ഫ്രം ബാഡ് റിയാക്ഷൻ അതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എക്സ് ഫോളോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ കണ്ടീഷനെല്ലാം വരുന്നുണ്ട്. എക്സ് ഡിനോട്ട്സ് കാരണം ലാർജ് നമ്പറാണ്. കാരണം പ്രോബബിലിറ്റിയോട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ലാർജ് നമ്പറാണ്. നമ്മുടെ കണ്ടുപിടിക്കുന്ന നമ്പറുകൾ ഇതുമായിട്ടെല്ലാം 5, 2, പക്ഷേ 200-ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 200 വലുതാണ്. പിന്നെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് പോസോൺ ഉപയോഗിക്കാം. എക്സ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് സഫറിങ് ഫ്രം ബാഡ് റിയാക്ഷൻ. വി ഹാവ് 200 ഇൻഡിവിജ്വൽസ് ആൻഡ് ഹെൻസ് ദ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ നമുക്ക് 200 വരെ ഏതും ആകാം. ഓൾസോ ഗിവൺ ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു സഫർ ഫ്രം ബാഡ് റിയാക്ഷൻ 0.004 ആണ്. അപ്പോൾ ഇനി നമ്മൾ ആവറേജ് കണ്ടുപിടിക്കണമല്ലോ. ഇൻ ദിസ് കേസ് എക്സ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ വിത്ത് പാരാമീറ്റേഴ്സ് n is equal to 200, p is equal to 004. Observe that n is large and p is small. ഇപ്പോൾ n ലാർജും p സ്മോളും ആണ്. Hence x can be considered as a Poisson random variable with a parameter lambda is equal to ഇവിടെ മ്യൂവിന് വരാൻ വേണ്ടി ലാംഡ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ മ്യൂ ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ലാംഡയ്ക്ക് വരെ മ്യൂ എഴുതിയാൽ മതി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബൈനോമിയലും ഫോളോ ചെയ്യും. n എന്ന് പറയുന്നത് 200 എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് നമ്പറാണ്. അപ്പം നമ്മൾ ലാർജ് നമ്പർ ഓഫ് n വരുന്നിടത്തെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കണം? പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, can be considered as a hence x can be considered as a Poisson random variable with parameter mu ആണ്. mu is equal to n into p is equal to 200 into 0.004 equal to നമുക്ക് 8 എന്ന് കിട്ടും. ഓക്കെ, ടു സോൾവ് ദി പ്രോബ്ലം ഒന്നാമത് പി ഓഫ് എക്സാക്ട്ലി 5 സഫേഴ്സ് ഫ്രം ബാഡ് റിയാക്ഷൻ എന്നാണ് ഒന്നാമത്തെ കണ്ടുപിടിക്കേണ്ടത്. പി ഓഫ് എക്സ് ഈക്വൽ ടു 5 അപ്പോൾ ഈക്വൽ ടു minus mu raised to x divided by x factorial. അപ്പോൾ (8 raised to x) എക്സിൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുക, ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ അല്ലെങ്കിൽ 8 ഫാക്ടോറിയൽ എങ്ങനെ വേണമെങ്കിലും ആകാം, 5 ഫാക്ടോറിയൽ. ഇനി പി ഓഫ് മോർ ദാൻ 2 സഫേഴ്സ് ഫ്രം ബാഡ് റിയാക്ഷൻ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതും 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2 സെയിം ആണല്ലോ. ഈക്വൽ ടു 1 മൈനസ് ഓഫ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ഇത് കണ്ടുപിടിക്കുന്നതിനാണ് എളുപ്പം. അതുകൊണ്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽ ടു 1 മൈനസ് ഓഫ് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നു, ആഡ് ചെയ്യുന്നു, ഈക്വൽ ടു ജസ്റ്റ് കമ്പ്യൂട്ടേഷൻസ് വി ഗെറ്റ് 1 മൈനസ് 41 e⁻⁻8. അടുത്ത പി എഫ് നൺ സഫേഴ്സ് ഫ്രം ബാഡ് റിയാക്ഷൻ പി എഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. e⁻8 റേസ് ടു 0 ഡിവൈഡ് ബൈ 0 ഫാക്ടോറിയൽ ഈക്വൽ ടു e⁻⁸ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് എ ടിപ്പിക്കൽ ഫുട്ബോൾ ഗെയിം എ കോച്ച് ക്യാൻ എക്സ്പെക്ട് 2.3 ഇഞ്ചുറീസ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ടീം വിൽ ഹാവ് അറ്റ് മോസ്റ്റ് 1 ഇഞ്ചുറി ഇൻ ദിസ് ഗെയിം.
ഇപ്പം ടിപ്പിക്കൽ ഒരു ഫുട്ബോൾ ഗെയിമിൽ കോച്ചിന് 2.3 ഇഞ്ചുറീസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ടീം വിൽ ഹാവ് അറ്റ്മോസ്റ്റ് 1 ഇഞ്ചുറി ആകാനുള്ള പ്രോബിലിറ്റി. അറ്റ്മോസ്റ്റ് ടീമിന് 1 ഇഞ്ചുറി അറ്റ്മോസ്റ്റ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ദ ടെക്സ്റ്റ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ഇഞ്ചുറീസ് വിച്ച് ക്യാൻ ബി അസ്യൂംഡ് ആസ്. ഇപ്പോൾ നമ്പർ ഓഫ് ഇഞ്ചുറീസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് അതായിട്ട് എടുക്കുന്നു. എക്സ് ഫോളോസ്, എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇഞ്ചുറീസ് വിച്ച് ക്യാൻ ബി അസ്യൂംഡ് ആസ് പോസോൺ റാൻഡം വേരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നു. പോസോൺ റാൻഡം വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എ കോച്ച് ക്യാൻ എക്സ്പെക്ട് 2.3 ഇഞ്ചുറീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മുടെ ആവറേജ് ആയിരിക്കും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതാണ്. അപ്പോൾ നമുക്ക് ലാംഡ നമ്മൾ ഉപയോഗിക്കുന്ന മ്യൂ ആണ്. അപ്പോൾ മ്യൂ = 2.3 എന്ന് കിട്ടും. ഇനി പ്രോബിലിറ്റി ദാറ്റ് ദ ടീം വിൽ ഹാവ് അറ്റ്മോസ്റ്റ് 1 ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PF(x) <= 1 ആണ്. അറ്റ്മോസ്റ്റ് 1 അല്ലേ. അപ്പോൾ PF(x) <= 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PF(x) = 0 പ്ലസ് PF(x) = 1 ആണ്. (2.3 into 2.3 raised to 0 divided by 0 factorial plus (2.3 into 2.3 raised to 1 divided by 1 factorial equal to 3.3). അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുക? ഒരിടത്ത് (2.3) എന്ന് കിട്ടും. അതേ പ്ലസ് 2.3 into (2.3). അപ്പോൾ 1 into രണ്ടിടത്തൊന്നും (2.3) കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 plus 2.3 എന്ന് കിട്ടും. ആൻസർ 3.3 into (2.3). കാൽക്കുലേറ്ററിൽ ആൻസർ കണ്ടെത്തിയാൽ നമുക്ക് 0.331 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ഗിവൺ സിറ്റി 6% ഓഫ് ഓൾ ഡ്രൈവേഴ്സ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 പാർക്കിംഗ് ടിക്കറ്റ് പെർ ഇയർ. അപ്പം മൊത്തത്തിലുള്ള ഡ്രൈവേഴ്സിൻ്റെ എണ്ണത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ മൊത്തത്തിലുള്ള ഡ്രൈവേഴ്സ്, ഒരു സിറ്റിയിലെ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ അല്ലേ. അതിൽ 6% മാത്രമാണ് 6% ഓഫ് ഓൾ ഡ്രൈവേഴ്സ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 പാർക്കിംഗ് ടിക്കറ്റ് പെർ ഇയർ. ഒരു പാർക്കിംഗ് ടിക്കറ്റ് എങ്കിലും കിട്ടും ഒരു ഇയറിൽ. യൂസ് പോസോൺ അപ്രോക്സിമേഷൻ അവർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ടു ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോസോൺ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് എമംഗ് റാൻഡംലി സെലക്ടഡ് 80 ഡ്രൈവേഴ്സ് ലാർജ് നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തത് 4 വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 പാർക്കിംഗ് ടിക്കറ്റ് ഇൻ എനി ഗിവൺ ഇയർ. ഓക്കെ. 2, അറ്റ്ലീസ്റ്റ് 3 വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 പാർക്കിംഗ് ടിക്കറ്റ് ഇൻ എനി ഗിവൺ ഇയർ. മൂന്നാമത് എനിവെയർ ഫ്രം 3 to 6 ഇൻക്ലൂസീവ് വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 പാർക്കിംഗ് ടിക്കറ്റ് ഇൻ എനി ഗിവൺ ഇയർ. ഓക്കെ. അപ്പോൾ ലെറ്റ് എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ഡ്രൈവേഴ്സ് ഔട്ട് ഓഫ് 80 ഗെറ്റിംഗ് പാർക്കിംഗ് ടിക്കറ്റ് പെർ ഇയർ. അപ്പോൾ എക്സ് ആണ് നമ്മുടേത്. എന്താണ്? 80 ഡ്രൈവേഴ്സിൽ പാർക്കിംഗ് ടിക്കറ്റ് കിട്ടുന്ന ആൾക്കാരുടെ എണ്ണത്തെക്കുറിച്ചാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് എക്സ് എന്ന് എടുക്കുന്നു. ഗിവൺ ടോട്ടൽ നമ്പർ 80 ആണ്. പി എന്ന് പറഞ്ഞാൽ 0.06 ആണ്. 6% ആണ് തന്നിട്ടുണ്ടല്ലോ. ആസ് എ പോസോൺ അപ്രോക്സിമേഷൻ ലാംഡ നമ്മുടെ ഇത് മ്യൂ ആണ്. മ്യൂ = 80 into 0.06 = 4.8. ഒന്നാമത്തെ ചോദ്യം, PF4 വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 പാർക്കിംഗ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ PF(x) = 4 ആണ്. ഈക്വൽ ടു (e⁻μ4 divided by 4 factorial). ഓക്കെ, അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. അടുത്തത് PF അറ്റ്ലീസ്റ്റ് 3 വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 പാർക്കിംഗ് ടിക്കറ്റ്. അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PF(x) > 3 ആണ്. 3 വരണമല്ലോ. അപ്പം 3 അതിൽ കൂടുതലോ ഈക്വൽ ടു 1 - PF(x) < 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - PF(x) < 2 ആണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ 0.857 എന്ന് കിട്ടും. അടുത്തത് PF എനിവെയർ ഫ്രം 3 to 6 ഇൻക്ലൂസീവ് വി ഗെറ്റ്. അപ്പം എനിവെയർ ഫ്രം 3 to 6 will get at least 1 പാർക്കിംഗ് ടിക്കറ്റ്. അപ്പോൾ നമുക്ക്